നമസ്കാരം. നാളെ ജൂലൈ 12 ശനിയാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക്, രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു ദിവസമാണ്. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ ചില അനുകൂലമായ ഫലങ്ങൾ കടന്നു വരുന്ന ഒരു ദിവസമാണ്. ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശനീശ്വരനെ ഭജിക്കുക. ഒരു നിമിഷം ശനീശ്വരന്റെ നാമം രേഖപ്പെടുത്തി വന്ദിക്കുക. ഓം ശനീശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായി നിലനിന്നിരുന്ന പല ആഗ്രഹങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. എന്നാൽ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് കൃത്യത പുലർത്തണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഉദ്യോഗസ്ഥരുടെ പ്രീതി, അതായത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബ ജീവിതത്തിൽ സൗഖ്യം വന്ന് ചേരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പൊതുപ്രവർത്തനത്തിലും മികച്ചതായ വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. കൂടാതെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ദീർഘയാത്രകൾ ചെയ്യുന്നവരാണ് എങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടത് വളരെയധികം അനുകൂലമായ സമയമാണ്. ചെലവുകൾ അല്പമൊന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനാരോഗ്യം വന്നു ചേരുന്നതായ അത്തരത്തിലുള്ള ചില വാർത്തകൾ കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മികച്ചതായ നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിലിടത്ത് ചില അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗൃഹത്തിലേക്ക് ശാന്തത കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ദിവസം. ഒന്നിലധികം യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യം പോലും വന്നു ചേരാം. ഭവനത്തിൽ മംഗളകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം പല വ്യക്തികളെയും കൂടുതൽ അടുത്തറിയുവാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. യാത്രക്കാരുമായി ബന്ധപ്പെട്ട്, അതായത് യാത്രകൾക്കിടയിൽ ചില സൗഹൃദങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ചില വ്യക്തികളോട് സംസാരിച്ച് വിരോധം സമ്പാദിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മുഷിയുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ്. ചെറിയ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്തു തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം പ്രധാനമായും ശനീശ്വരനെ ഭജിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഉത്തമമായി തീരും. മറ്റൊരു രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗദുരിതങ്ങളിൽ ശമനം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉറച്ചതായ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ദിവസം. പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനിയന്ത്രിത കോപം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പെട്ടെന്ന് ദേഷ്യം വരുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ലോണുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബസമേതം യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയം കൂടിയാകുന്നു. മികച്ചതായ ലാഭം പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. യാത്രകൾ കൂടുതലും അനുകൂലമായി തീരുന്ന ഒരു സമയം കൂടിയാക്കുന്നു. പല കാര്യങ്ങളിലും വിഷമിക്കുന്നവരാണ് എങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം.
കൂടാതെ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് തിരിച്ചടികൾക്ക് കാരണമായി തീരാം. പല വിധത്തിലും സഹായ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ദീർഘദൂര യാത്രകൾക്കും സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബന്ധുജന സഹായം പോലും പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. കൂടാതെ പ്രണയ സാഫല്യം വന്നു ചേരുക, ധന ലാഭയോഗം ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക, അത് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങളോ ആകാം. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ, പറയുന്നതായ കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കാവുന്ന ഒരു ദിവസമാകുന്നു. സന്താന ഗുണം അനുഭവിക്കാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ നടത്തി മുന്നോട്ടു പോകുന്നതും ഉത്തമം തന്നെയാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം ചില പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ, തരണം ചെയ്യാൻ സാധിച്ചു എന്ന് വരാം. പല വസ്തുക്കളും തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ വസ്തുക്കൾ തിരികെ വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം പോലുള്ള കാര്യങ്ങൾക്ക് അത്തരം ചില സൂചനകൾ ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ, ജനസമ്മതി നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്ന ഒരു ദിവസമാണ്. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സഞ്ചാരക്ലേശം വർദ്ധിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ അശ്രദ്ധമായി ഇടപെടുന്നത് മാനഹാനിക്കുള്ള സാധ്യത വരുത്തി വയ്ക്കും. ശ്രദ്ധ പുലർത്തണം. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ടും അത്തരം ചില യാത്രകൾക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്ന സൂചന ലഭിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ ധന ലാഭത്തിനുള്ള സാധ്യതകളുണ്ട്. മത്സര പരീക്ഷകൾ, ഇന്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുവാനും അത്തരത്തിൽ ചില ധന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ചെലവ് വർദ്ധിക്കുന്നതായ ദിവസവുമായി മാറാം. ഏർപ്പെടുന്നതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കും. സമയക്കുറവ് മൂലം പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ കഴിയാതെയും വരാം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചെലവ് വരവിനേക്കാൾ അധികരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. സന്താന ഗുണം വർദ്ധിക്കാവുന്നതാണ്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുകയും അത് നിങ്ങൾക്ക് അപമാനമായി മാറുകയും ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം കടം വാങ്ങേണ്ടതായ സാഹചര്യം ചില കാര്യങ്ങളാൽ താൽക്കാലികമായാണ് എങ്കിലും കടം വാങ്ങേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ, യാതൊരു വിധത്തിലും ചിന്തിക്കാതെ മറ്റൊരു വ്യക്തിയുടെ പ്രേരണ മൂലം ചെയ്യുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചിന്തിക്കാതെ ചെയ്യുന്നതായ പ്രവൃത്തികൾക്കോ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം സുഹൃത്തുക്കൾ വഴി ചില നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ്. ശനീശ്വരനെ ഭജിച്ച് നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരവുമാണ്. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമായി മാറാം. സഹോദരങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ മൂലം സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഉത്തരവാദിത്തങ്ങൾ ഇന്നേ ദിവസം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഊഹക്കച്ചവടം ശ്രദ്ധിക്കാതെ ചെയ്യുന്നതിനാൽ നഷ്ടം സംഭവിക്കാം. താൽക്കാലികമായി ചില കാര്യങ്ങളിൽ വിഷമകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അത് വേണ്ടപ്പെട്ടവർ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ ഇന്നേ ദിവസം പ്രണയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം.
വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കുക, പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. സ്നേഹിക്കുന്നവരിൽ നിന്നും പല എതിർപ്പുകളും നേരിടേണ്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ മൂലം വന്നു ചേരാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം വിഷമതകൾ നേരിടേണ്ടതായി വരുന്ന സാഹചര്യമുണ്ട്. കൂടാതെ തൊഴിൽപരമായ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മറ്റുള്ളവർ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനയാത്രകൾ ശ്രദ്ധിച്ച് അഥവാ ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യമുണ്ട്. വളരെയധികം ശ്രദ്ധ പുലർത്തണം. കൂടാതെ ഇന്നേ ദിവസം രോഗദുരിതങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം ലഭിച്ചു എന്ന് വരാം. അനാവശ്യമായ, അതായത് യാതൊരു വിധത്തിലും ഉണ്ടാകേണ്ടതല്ലാത്തതായ ഒരു കാര്യം സംഭവിക്കാം. അതായത് തർക്കങ്ങൾ, വേണ്ടപ്പെട്ടവരുമായുള്ള തർക്കങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായ ദിവസം കൂടിയാകുന്നു. ധനപരമായി അനുകൂലമായി തീരാവുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. ഏറ്റെടുക്കുന്നതായ പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. സഹോദരങ്ങൾക്കാണ് എങ്കിലും തൊഴിൽപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നിങ്ങൾ മൂലം അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമായ ദിവസം തന്നെയാകുന്നു. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ ദിവസം. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇന്നേ ദിവസം ശനീശ്വരനെ ഭജിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ശനീശ്വരനെ ഇന്നേ ദിവസം ഭജിക്കുന്നതിനോടൊപ്പം തീർച്ചയായും അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്.